ഈശോയിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളട്ടെ. ഈ അടുത്ത നാളുകളിൽ നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുപാടുകളിലും നടക്കുന്ന ചില സംഭവങ്ങൾ നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്നവയാണ്. നമ്മുടെ സമൂഹത്തിലെ പല ഘട്ടങ്ങളിലുള്ള പല തട്ടിലുള്ള ആളുകൾ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന, ജീവിതം എടുക്കുന്ന ആത്മഹത്യാ പ്രവണതകൾ വർദ്ധിച്ചു വരാറുണ്ട്. കുട്ടികളുടെ ഇടയിൽ നിന്നും ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. യുവാക്കളിൽ ഇത് വർദ്ധിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുതിർന്നവരായ വ്യക്തികളിലും കാണുന്നു. ജീവിത സായാഹ്നത്തിൽ എത്തി നിൽക്കുന്ന ആളുകളും തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സേറെ വേദനിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക? സഹായിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? നമ്മുടെ എല്ലാവരുടെയും സമൂഹത്തിൻ്റെ എന്ന് ചിന്തിച്ചു പോകുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊച്ചു കാരണങ്ങളുടെ പേരിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് കാണുന്നുണ്ട്. പരീക്ഷയിൽ തോറ്റതിൻ്റെ പേരിൽ, ഉദ്ദേശിച്ച മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ, മാതാപിതാക്കൾ ശകാരിച്ചതിൻ്റെ പേരിൽ, അവരാവശ്യപ്പെട്ട ചില കാര്യങ്ങൾ അവർക്ക് നിഷേധിച്ചതിൻ്റെ പേരിൽ ഒക്കെ ചിലപ്പോൾ സ്വന്തം ജീവൻ അവസാനിപ്പിക്കുന്നത് കാണുന്നു. യുവാക്കൾ പ്രത്യേകിച്ചും പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ദമ്പതികളായ വ്യക്തികളും ചിലർ ആത്മഹത്യ ചെയ്യുന്നത് കാണാം. മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് സാമ്പത്തിക ക്ലേശത്തിൻ്റെയോ കടബാധ്യതയൊക്കെ പേരിലായിരിക്കാം. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സമ്മർദ്ദം താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ചിലർ ആത്മഹത്യ ചെയ്യുന്നു. ജോലി ഭാരവും ജോലി സ്ഥലത്തുള്ള സമ്മർദ്ദങ്ങളും ചിലർക്ക് ഇതിന് പ്രേരണ കൊടുക്കുന്നുണ്ട്. എഞ്ചിനീയർ പറയുന്നു, ജീവിത സായാഹ്നത്തിൽ എത്തി നിൽക്കുന്ന ആളുകൾ പോലും തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട്. അതും അക്ഷരാഭ്യാസമില്ലാത്ത ആളുകളൊന്നുമല്ല, വളരെയേറെ വിദ്യാസമ്പന്നരും ഒത്തിരി ഉന്നതമായ പൊസിഷനിൽ നിന്നിട്ടുള്ള ആളുകൾ പോലും ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ആശ്ചര്യം തോന്നാറുണ്ട് നമുക്ക്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാ തുറയിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ അടിപ്പെട്ടു പോകാറുണ്ട്. സാധാരണ നിലയിൽ ജീവിക്കുന്ന നമ്മുടെ അൽമായ സഹോദരങ്ങൾ മാത്രമല്ല, കർത്താവിനായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച പുരോഹിതരും സമർപ്പിതരുടെ ഇടയിലും ഇതുപോലെയുള്ള പ്രവണതകൾ വളരെ കുറവാണെങ്കിലും കാണുന്നുണ്ടെന്നുള്ളതും നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മളിതിനെ ഗൗരവമായിട്ട് എടുക്കണം. ഇതേപ്പറ്റി പഠനങ്ങൾ നടക്കണം, ചർച്ചകൾ നടക്കണം, പര്യവേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മനഃശാസ്ത്ര, സൈക്കോളജി, സൈക്യാട്രി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും പ്രഗത്ഭ വ്യക്തികളും ഇതേപ്പറ്റി ഗൗരവമായി പഠിച്ച് സമൂഹത്തെ സഹായിക്കേണ്ടതൊരാവശ്യമാണ്. ഈ അവസരത്തിൽ ഇതുപോലൊരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഏതാനും ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. ഞാനൊരു സൈക്കോളജിസ്റ്റ് അല്ല, സൈക്കാട്രിസ്റ്റും അല്ല, ഒരു അജപാലകൻ, ഒരു പാസ്റ്റർ, ഒരു ഇടയൻ എന്ന നിലയിൽ എൻ്റെ മനസ്സിലുള്ള ഏതാനും ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് 2-3 തട്ടങ്ങളിലൂടെ ഇതിനൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്ന്, ചില പൊതു തത്വങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിലുള്ള വ്യക്തികളോടും സാഹചര്യങ്ങളോടും. മൂന്നാമത്, ഓരോ വ്യക്തിയും വളർത്തിയെടുക്കേണ്ട ചില പ്രത്യേകതകൾ ശ്രദ്ധിച്ചാൽ ഉപകാരപ്രദമാകുമെന്ന് തോന്നുകയാണ്. ഇനി പൊതുവായ തത്വങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ വളർന്നു വരുന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെയാണ്. നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങൾ, നമ്മൾ പഠിച്ചിട്ടുള്ള സ്കൂളുകൾ, നമ്മളുമായിട്ട് ഏറ്റവും അധികം ഇടപെട്ടിട്ടുള്ള വ്യക്തികൾ, ഇതൊക്കെ വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. പക്ഷേ അവയ്ക്കൊക്കെ നമ്മുടെ മേൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ പിന്നിടുമ്പോൾ നല്ല ഒരു മനസാക്ഷിക്ക് രൂപം കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. നന്മ തിന്മയെ ശരിക്കും വിവേചിച്ചറിഞ്ഞ് നന്മയെ പുൽകാനും തിന്മയെ വർജിക്കാനും മനുഷ്യനെ പ്രാപ്തമാക്കുന്ന നല്ല മനസാക്ഷി നമ്മൾ രൂപീകരിക്കപ്പെടേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മനസാക്ഷി രൂപീകരണം നടക്കേണ്ടത് വിവിധങ്ങളായ വേദികളാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാം. നമ്മുടെ പ്രഥമ മനസാക്ഷി രൂപീകരണത്തിൻ്റെ പ്രഥമ വേദിയായിട്ട് എപ്പോഴും കുടുംബമാണുള്ളത്. കുടുംബത്തിലെ മാതാപിതാക്കളുടെ ജീവിതം, അവർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പരിശീലനങ്ങൾ, സ്വഭാവ രൂപീകരണം, വ്യക്തിത്വ രൂപീകരണങ്ങൾ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കുന്നത്, നന്മ ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നത്, അവസരോചിതമായിട്ട് അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഇതൊരു വലിയ രൂപീകരണമാണ്. കുഞ്ഞുങ്ങളിലേക്ക് അത് പതുക്കെ അത് പതിയും. കുടുംബ പശ്ചാത്തലം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ സ്കൂളുകളും നമ്മുടെ ഇടവകളിലേക്കാണല്ലോ പോകുന്നത്.
സ്കൂളുകളിലെ നല്ല അധ്യാപകരുടെ സാന്നിധ്യവും നല്ല അധ്യാപകരുടെ പ്രബോധനവും കുഞ്ഞുങ്ങളെ ഏറെ സ്വാധീനിക്കും. അവർ ദൈവത്തെ പോലെയാണല്ലോ അധ്യാപകരെ കാണുന്നത്, കണക്കാക്കുന്നത്. അപ്പോൾ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് ഇടയ്ക്ക് അധ്യാപകർ നല്ല ചിന്തകൾ കൂടി മക്കളുടെ വ്യക്തിത്വ സ്വഭാവ രൂപീകരണത്തിന് ഉതകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് മക്കളുടെ ഹൃദയങ്ങളിലേക്ക് പതിയും. നല്ല മനസ്സാക്ഷി രൂപീകരണത്തിൽ അവരെ പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഇടവക തലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വൈദികർ, നമ്മുടെ സിസ്റ്റേഴ്സ്, നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ, വേദികൾ, അതോടൊപ്പം നമ്മുടെ സംഘടനാ പ്രവർത്തന വേദികളൊക്കെ ഇതൊക്കെ നല്ല മനസ്സാക്ഷി രൂപീകരണത്തിന് സഹായിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രധാനമായ ഇടപെടലുകളും സാന്നിധ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം നമുക്കറിയാം, നമ്മൾ ആരും ഒറ്റപ്പെട്ടവരല്ല, സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നല്ല കൂട്ടുകാർ, ആ കൂട്ടുകാർ നമ്മൾ ചെലുത്തുന്ന സ്വാധീനങ്ങൾ എത്ര അധികമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല മക്കളുള്ള സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരാൻ ഇടയായാൽ അത് നല്ല മനസ്സാക്ഷി രൂപീകരണത്തിന് അവരെ സഹായിക്കും. അതുപോലെ തന്നെയാണ് നല്ല പുസ്തകങ്ങൾ, നല്ല മാധ്യമങ്ങൾ, ഇതൊക്കെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നതിൽ സംശയമില്ല. ഇപ്പോൾ ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്: മനസ്സാക്ഷി രൂപീകരണത്തിൽ നമ്മുടെ സമൂഹങ്ങളും നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല മനസ്സാക്ഷിയെ രൂപപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത്, സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും ഒരു അവബോധത്തിലേക്ക് വളരെ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺഷ്യസ്നെസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തന്നെപ്പറ്റി തന്നെയുള്ളൊരു അവബോധം ഓരോ കുട്ടിക്കും ഉണ്ടാകുന്ന പ്രത്യേകിച്ചൊന്നായിരിക്കും. കുട്ടികളും ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ പിന്നിട്ടാണല്ലോ യൂത്വത്തിലേക്കും അഡൽട്ട്ഹുഡിലേക്കും ഒക്കെ വരുന്നത്. അവർ ആദ്യമേ ശിശുക്കളാണ്, പിന്നീട് ചിൽഡ്രൻസ്, ടീനേജേഴ്സാണ്, കൗമാരപ്രായക്കാർ, യുവത്വം, പിന്നെ അഡൽട്ടാണ്. ഇങ്ങനെ വരുന്നത്. ഇതിൽ ഓരോ ഘട്ടത്തിനും അതിൻ്റെ പ്രത്യേകതകളുണ്ട്. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ ആ ഓരോ ഘട്ടവും നേരിടുന്ന വെല്ലുവിളികളുണ്ട്, അതിൻ്റെ സമ്മർദ്ദങ്ങളുമുണ്ട്. അപ്പോൾ ആ സമ്മർദ്ദങ്ങളെയും വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് വേണമല്ലോ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് കുഞ്ഞുങ്ങൾ കടന്നു വരാൻ. എന്നാലും കടന്നു പോകുന്ന ഘട്ടം പൂർണ്ണമായി വിജയിച്ചെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് ജീവിതത്തേക്ക് വരുമ്പോൾ ആ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ, പ്രയാസങ്ങൾ, സമ്മർദ്ദങ്ങൾ, ഓരോ ഘട്ടത്തിൻ്റെ പ്രത്യേകതകളൊക്കെ അറിഞ്ഞും അനുഭവിച്ചും നേരിട്ടും വളർന്നു വരുമ്പോൾ ആ വ്യക്തിത്വം ശക്തമായി തീരാൻ ഇടയുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ ഓരോന്നിൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ട് തന്നെ പോകണം. പ്രശ്നങ്ങളുണ്ട് എല്ലാ ഘട്ടങ്ങളിലും, ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് തന്നെ പോരണം. ചിലത് സ്വയം പരിഹരിക്കാൻ സാധിക്കും, ചിലത് മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ്. ഇവിടെ വലിയ ഒരു റോള് നമ്മുടെ മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനും മതാധ്യാപകർക്കും വൈദികർക്കും സിസ്റ്റേഴ്സിനും പിതാക്കന്മാർക്കും ഒക്കെ ചെയ്യാനുണ്ട്. സമൂഹത്തിലെ സമുന്നതരായ വ്യക്തികൾക്കൊക്കെ ഇത് ചെയ്യാൻ കഴിയും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ആ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്, ഒരു അവബോധം, ഒരു സെൽഫ് കോൺഷ്യസ്നെസ് വളർത്തിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നിയത്, നമ്മൾ നമ്മുടെ കഴിവുകളിലും ഒപ്പം നമ്മുടെ പരിമിതികളും മനസ്സിലാക്കുന്നവരാണ്. ഒരു സെൽഫ് നോളജ് നമുക്കുണ്ടാകണം. ദൈവം നമുക്ക് ധാരാളം കഴിവുകൾ തന്നിട്ടുണ്ട്, ടാലൻസ് തന്നിട്ടുണ്ട്. ഞാൻ ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല, എങ്കിലും പ്രസംഗിക്കാനോ പാടാനോ അഭിനയിക്കാനോ ഒക്കെ നല്ല കഴിവുകളുണ്ടാവും. അതേസമയത്ത് നമുക്ക് പരിമിതികളും നമുക്കുണ്ട്. നമ്മളെല്ലാം തികഞ്ഞവരായിട്ട് ആരാ നമ്മുടെ കൂടെയുള്ളത്? ഒന്നുമില്ലാത്തവരായിട്ട് ആരുമില്ല നമ്മുടെ കൂടെ. അതുകൊണ്ട് കഴിവുകളുമുണ്ട്, പരിമിതികളുണ്ട്. അവയെ തിരിച്ചറിഞ്ഞ് പോകാൻ കഴിഞ്ഞാൽ വിജയമായി തീരും നമ്മുടെ ജീവിതം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഉൾക്കൊള്ളണം, നമ്മുടെ കഴിവുകളോടും പരിമിതികളോടും കൂടി തന്നെ. ഒപ്പം മറ്റുള്ളവരെയും അവരായിരിക്കുന്നതിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഓരോരുത്തരുടെ സ്വഭാവം അത് മാറ്റിയിട്ട് വാൻ തന്നെ ഞാൻ സ്നേഹിക്കാമെന്ന് പറയാൻ പറ്റുകയില്ല. നല്ലവനായ ദൈവം അങ്ങനെയാണല്ലോ, നമ്മളെ ഓരോരുത്തരെയും നമ്മളായിരിക്കുന്ന അവസ്ഥയും നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. എല്ലാവരെയും ഉൾക്കൊണ്ടു. ഓരോരുത്തർക്കും കർത്താവായ ഈശോയുടെ പക്കലേക്ക് വന്നവർക്ക് എന്തുമാത്രം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. കർത്താവ് ആരെയും തള്ളി കളഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ചില പൊതു തത്വങ്ങൾ പറഞ്ഞിട്ട് സമൂഹത്തിൻ്റെ കടമ എന്താണ്? നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നമുക്കിതിനെ നേരിടാൻ നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്ക് തോന്നുന്നത് സമൂഹം വളർത്തിയെടുക്കേണ്ടതെന്ന് പറയുമ്പോൾ എല്ലാ വ്യക്തികളും നമ്മൾ ഒരുമിച്ച് കൂടുന്നതാണല്ലോ സമൂഹം. എപ്പോഴും മറ്റുള്ളവരെ പറ്റിയുള്ള ഒരു ചിന്തയുള്ള സമൂഹമായിരിക്കണം നമ്മുടെ കുടുംബത്തിൽ തന്നെയാണെങ്കിലും മറ്റുള്ളവർ, മാതാപിതാക്കൾ മക്കളോട്, മാതാപിതാക്കൾ തമ്മിൽ, മക്കൾക്ക് മാതാപിതാക്കളോട്, നമ്മുടെ അയൽവക്കത്തുള്ളവരോട്, നമ്മുടെ കുടുംബാംഗങ്ങളോട്,
അങ്ങനെ നമ്മുടെ സമൂഹത്തോട് ഇങ്ങനെ വളർന്നു വരുന്ന ഒരു തുറവി നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. നമുക്ക് മറ്റുള്ളവരുടെ ഒരു തുറന്ന മനസ്സ് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വേണം. ജീവിതം വിജയിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ തുറന്ന മനസ്സ്, മറ്റുള്ളവരെ അംഗീകരിക്കുന്ന ഒരു മനസ്സ് വേണം. ഇപ്പോൾ നമ്മുടെ കുട്ടികളോ യുവജനങ്ങളൊക്കെ നന്മ ചെയ്താൽ അവരെ അംഗീകരിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അവരുടെ ഭാഗത്തു നിന്ന് പാളിച്ചകൾ വന്നാൽ അത് നമ്മൾ വിവേകപൂർവ്വം പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് നമുക്ക് വ്യക്തിപരമായ സമീപനങ്ങളോട് പറയുന്നതാണ് അവർക്ക് കൂടുതൽ സ്വീകാര്യമെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു മനസ്സുള്ള ഒരു സമൂഹം ആവശ്യമാണ്. അംഗീകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക, തെറ്റ് കണ്ടാൽ തിരുത്തുക, അവരുടെ വളർച്ചയിൽ താല്പര്യം കാണിക്കുന്ന സമൂഹത്തിന് അവരുടെ കാര്യത്തിൽ താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അവരത് ഉൾക്കൊള്ളുവാൻ കൂടി തയ്യാറായിരിക്കും എന്ന കാര്യം ഓർക്കേണ്ടത്. ചേർത്ത് പിടിക്കുന്ന സമൂഹം പ്രധാനപ്പെട്ടതാണ്. ചേർത്ത് പിടിച്ച് തിരുത്തലുകൾ നൽകുമ്പോൾ അത് ഉൾക്കൊണ്ടു പോകാൻ പ്രത്യേകമായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ തള്ളിക്കളയാതെ ചേർത്ത് നിർത്തുക. ഇക്കാര്യത്തിൽ ടീച്ചേഴ്സ് വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. നമുക്കറിയാം, നമ്മുടെ അച്ഛന്മാർക്കുണ്ട്, സിസ്റ്റേഴ്സിനുണ്ട്, സമൂഹത്തിലെ നേതൃത്വ നിലയിലുണ്ട്. തള്ളിക്കളയാതെ വിധി പ്രസ്താവിച്ച് മുൻവിധിയോടുകൂടി മാറ്റി നിർത്താതെ ഉൾക്കൊണ്ടു പോവുക, തെറ്റുകൾ തിരുത്തുക സ്നേഹപൂർവ്വം. ഇത് സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ചെറിയ പരാജയങ്ങളും ഒക്കെ കുറച്ചൊക്കെ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ വ്യക്തികൾ എന്ന നിലയിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കാവുന്ന കുറേ മേഖലകളുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. ഇങ്ങനെയുള്ള ടെൻഷൻസും സമ്മർദ്ദങ്ങളൊക്കെ വരുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് ഒന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഓപ്പൺ മൈൻഡ് നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. തുറന്ന മനസ്സ്. അത് എവിടുന്നാണ് തുടങ്ങേണ്ടത്? അത് കുടുംബത്തിലാണ്. മാതാപിതാക്കളോട് തുറന്ന് പറയാൻ ഒരു സാഹചര്യമുള്ള കുഞ്ഞുങ്ങൾ. ചില കുടുംബങ്ങളിൽ ചെന്നാൽ മാതാപിതാക്കളും മക്കളൊക്കെ തുറന്ന് സംസാരിക്കുന്നതും തുറന്ന് ഇടപെടുന്നതും തുറന്ന് സ്നേഹിക്കുന്നതും തുറന്ന് തമാശകൾ പറയുന്നതും അങ്ങനെ ഒരു അന്തരീക്ഷം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ അതില്ലാത്ത കുടുംബങ്ങളും ഇല്ലെന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമുക്കൊരു തുറന്ന മനസ്സ് വളർത്തിയെടുക്കാനുള്ള പരിശീലനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. എന്ത് വന്നാലും അത് ഷെയർ ചെയ്യുക, പങ്കുവയ്ക്കുന്ന മനസ്സ്. ചില കുടുംബങ്ങളിൽ പെൺകുട്ടികൾ അവരുടെ സകല വിഷമവും പ്രയാസവും അമ്മയോടോ അപ്പച്ചനോടോ തുറന്നു പറയും. അവരത് പറയാതിരിക്കുകയില്ല. അവരുടെ ടെൻഷൻസ് എല്ലാം അതോട് തീരും. സ്കൂളിൽ പോയാൽ വരുന്ന ടെൻഷനോ, കൂട്ടുകാരിൽ നിന്നുണ്ടായ ടെൻഷനോ, യാത്രയ്ക്കിടയിലുണ്ടായ പ്രശ്നങ്ങളോ, അവർക്ക് എന്ത് വന്നാലും അതങ്ങ് തീരുന്ന കാര്യം. അപ്പോൾ ഷെയറിങ് ഒരു മൈൻഡ് വേണം, വളർത്തിയെടുക്കാവുന്നതാണ്. നമുക്ക് പ്രയാസങ്ങൾ പങ്കുവയ്ക്കാം. നമുക്ക് അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ, ഞെരുക്കങ്ങളുണ്ടാകും. നമുക്ക് പഠനത്തിലുള്ള പ്രയാസമാകട്ടെ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിൽ വരാവുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളുള്ളപ്പോൾ അതൊക്കെ തുറന്ന് ഷെയർ ചെയ്താൽ കഴിഞ്ഞാൽ അത് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അത് എല്ലാ ജീവിതത്തുറയിലുള്ളവർക്ക് ആവശ്യമാണ്. ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്, ഇങ്ങനെയുള്ള ആത്മഹത്യകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിരുന്നെങ്കിൽ പരിഹരിക്കപ്പെടുകയില്ലായിരുന്നോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. നമുക്ക് വിധിക്കാൻ നമ്മളാളല്ല, അവരുടെ സാഹചര്യം എന്തായിരുന്നാലും. എന്നാലും ഷെയർ ചെയ്യുക. അവരിങ്ങനെ ഗ്ലൂമി ആയിട്ടോ വിഷമം പിടിച്ചോ നടക്കുന്നത് കണ്ടാൽ അവരെ വിളിച്ച് അരികിലിരുത്തി ചോദിച്ച് എന്ത് പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്, എന്തോ വിഷമമുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു മനസ്സ് മറ്റുള്ളവരും കാണിച്ചാൽ നന്നായിരിക്കും. നമുക്ക് അതോടൊപ്പം തന്നെ ഈ ഷെയറിങ്ങിന് സഹായിക്കുന്നവരാണ് നമ്മുടെ ആത്മീയ പിതാക്കന്മാരാണ്. ആത്മീയ പിതാക്കന്മാർ നമ്മുടെ വൈദികരുണ്ട്, അവർക്ക് കുമ്പസാരവേദിയുണ്ട്, കൗൺസിലിംഗ് സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ വളർത്തിയെടുക്കണം. നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ ടീനേജേഴ്സിനും, നമ്മുടെ കുടുംബജീവിതം നയിക്കുന്നവർക്കൊക്കെ അവരുടെ ഉത്കണ്ഠകളും ടെൻഷനുകളും പ്രയാസങ്ങളും വെല്ലുവിളികളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന വേദികൾ, അതിന് പ്രാപ്തരായ ആളുകൾ അതിന് തയ്യാറാകണം. അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണം. ഇന്നത്തെ ലോകത്ത് എല്ലാ മനുഷ്യരും വലിയ തിരക്കേറിയ മനുഷ്യരാണ്. ഈ തിരക്കുകൾക്കിടയിലും മറ്റുള്ളവരുടെ വേദനകളും ഒക്കെ ഉൾക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു ഹൃദയവും മനസ്സും നമുക്കുണ്ടെങ്കിലോ ഒത്തിരി സഹായിക്കാൻ സാധിക്കും. അതുപോലെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയ ആത്മീയ പിതാക്കന്മാർ ഉണ്ടാകണം, ഗുരുഭൂതന്മാർ. ചിലർക്ക് പഠിപ്പിച്ച സാറുമാരോട്, ടീച്ചേഴ്സിനോടൊക്കെ തുറന്നു പറയാൻ ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ, അവർ നമ്മളെ സഹായിക്കാൻ സാധിച്ചേക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബക്കാരായ ആളുകൾ, നമ്മുടെ സമൂഹത്തിൽ തന്നെ വളരെ പക്വതയുള്ള ആളുകളുണ്ട്. വല്ല കാര്യങ്ങൾക്കും ഗൈഡ് ചെയ്യാൻ പറ്റിയ ആളുകൾ, പക്വതയുള്ളവരുണ്ട്. നമുക്ക് സാധാരണ പറയില്ല, നമുക്ക് നമ്മളെ നയിക്കുന്ന എൽഡേഴ്സ് എന്നൊക്കെ പറയും, മൂപ്പന്മാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെയൊക്കെ നമ്മുടെ വിഷമമോ പ്രയാസമോ സംഘർഷങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയാൻ കഴിഞ്ഞാൽ ഒത്തിരി ആശ്വാസം കിട്ടും. അവർ നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും, സൊല്യൂഷൻസ് പറഞ്ഞു തരാൻ സാധിച്ചേക്കും. പിന്നെ നമ്മൾ വ്യക്തികളെ അപഗ്രഥനം ചെയ്യുമ്പോൾ നമുക്കറിയാം,
ഓരോ വ്യക്തിയുടെയും മാനസിക നില വ്യത്യസ്തമാണ്. ചിലർ വളരെ ശക്തമായ മനസ്സുള്ളവരാണ്, വളരെ ശക്തമായ വ്യക്തിത്വം. ചിലർക്ക് അത്രയും ശക്തിയില്ല. പ്രയാസങ്ങൾ വന്നാൽ തളർന്നു പോകുന്നവരുണ്ട്, നേരിടാൻ പറ്റുന്നവരായിരിക്കില്ല. ചിലർ എന്തു വന്നാലും അതിനെ തൻ്റെ അടുത്തോടെ നേരിടുന്നവർ കാണും. അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും മാനസിക രോഗികളായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിൻ്റെ തോത് കൂടിയും കുറഞ്ഞിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ എല്ലാ വ്യക്തികളിലും മാനസിക രോഗങ്ങളുണ്ടെന്നതിനാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ മാനസിക അവസ്ഥയ്ക്ക്, മാനസിക രോഗത്തിന് നമ്മൾ സമയബന്ധിതമായ ചികിത്സകൾ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. അത് കുട്ടികളിങ്ങനെ വളർന്നു വരുന്ന ഓരോ സ്റ്റേജിലും അവരിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ കണ്ടെത്താൽ, സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ ചില പ്രത്യേകമായിട്ടുള്ള അവർക്ക് ചില നിർബന്ധ ബുദ്ധികൾ ഇങ്ങനെയൊക്കെ കണ്ടാൽ അത് വിലയിരുത്താനും അവരെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ ചെയ്താൽ അതൊക്കെ മാറ്റിയെടുക്കാൻ സാധിച്ചേക്കും. ഓരോ ഘട്ടത്തിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദങ്ങൾ, പ്രയാസങ്ങൾ അതിനെ അതിജീവിക്കാൻ നമ്മൾ അവരെ സഹായിച്ചു കൊടുക്കണം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന പ്രയാസം നമ്മൾ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവർ ഫീൽ ചെയ്യുന്ന അവർ കണ്ടെത്തി തിരുത്താൻ തയ്യാറാണെങ്കിലുണ്ട്. പലപ്പോൾ നമുക്ക് കാണാം മനുഷ്യരിലുള്ള ഒത്തിരിയേറെ വരുന്നതാണ് ഭയം. ഒത്തിരി പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഭയം, പേടി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഉത്കണ്ഠകൾ, ജീവിതത്തെ പറ്റിയുള്ള ഉത്കണ്ഠ, ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠ, ജോലിയെ പറ്റിയുള്ള ഉത്കണ്ഠ, പരീക്ഷയെ പറ്റിയുള്ള ഉത്കണ്ഠകൾ, യാത്രയെ പറ്റിയുള്ള ഭയം. ഇതിങ്ങനെയുള്ള ഉത്കണ്ഠകളില്ലാത്ത മനുഷ്യരെ ആരാണുള്ളത്? ഏതെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഏകാന്തത അനുഭവപ്പെടുന്ന മനുഷ്യരുണ്ട്. ലോൺലിനെസ് വലിയൊരു പ്രശ്നമാണ് ഇന്നത്തെ. ബഹളങ്ങളുടെയും വലിയ തിരക്കുകളുടെയും നടുവിലായിരിക്കും പോലും ഒറ്റപ്പെടുന്ന അനുഭവം. ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടവനാണ്, തമ്പുരാന് പോലും എന്നെ വേണ്ട എന്ന ചിന്തയൊക്കെ മനുഷ്യൻ കയറിക്കൂടാ. അപ്പോൾ ഇങ്ങനെ ഏകാന്തത, ലോൺലിനെസ് അനുഭവപ്പെടുന്ന വ്യക്തികളെ സഹായിക്കാനുള്ള മാർഗ്ഗം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. കുറ്റബോധം ചിലപ്പോൾ കുറേ പേരെങ്കിലും അലട്ടുന്നുണ്ട്. പലവിധ തെറ്റുകൾ കൊണ്ട് വരുന്നതാകും, അല്ലെങ്കിൽ ചില അഡിക്ഷൻസ് കൊണ്ട് വരാം. ഇപ്പം മദ്യമോ മയക്കുമരുന്നുകളോ ദുശീലങ്ങൾക്കൊക്കെ അടിപ്പെട്ട് പോകുന്ന മനസ്സിൽ ദുശീലങ്ങൾ വരാം, തെറ്റായ ജീവിതക്രമത്തിനൊക്കെ വരാവുന്നതാണ്. അതുപോലെ തന്നെ പരാജയ ഭീതിയെ പറ്റി പറഞ്ഞപ്പോൾ പലർക്കുണ്ട്. കുട്ടികൾക്ക് പരാജയ ഭീതിയുണ്ട്, പരീക്ഷാ ഭയമുള്ള ആളുകളുണ്ട്, യാത്രാഭയമുള്ളവരുണ്ട്, രാത്രിയെ പേടിയുള്ളവരുണ്ട്. ഇങ്ങനെ ഭീതികൾ, അനവധി ഭീതികളുണ്ട്. വിഷാദരോഗം, ഡിപ്രഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. വിഷാദരോഗം ഒത്തിരി മനുഷ്യരുടെ അടിമകളാണ്. വിഷാദരോഗം ഒത്തിരി പേരെ സ്വന്തം ജീവൻ എടുക്കുന്നതിലേക്ക് നശിപ്പിക്കുക കൊണ്ടെത്തിക്കാറുള്ളത്. അവർ ബോധപൂർവ്വം ചെയ്യുന്നതാണെന്ന് ചോദിച്ചാൽ അല്ല, അതെങ്ങനെ അടിമയെത്തിയിരുന്നു. അപ്പോൾ ഇതുപോലുള്ള മാനസിക രോഗികൾക്ക് ചികിത്സകൾ വേണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ്, സൈക്കോളജിസ്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇതിനുള്ള പഠനങ്ങൾ നടത്തണം, പരിഹാരങ്ങൾ കണ്ടെത്തണം, അവരെ സമീപിക്കാനുള്ള ഒരു മനസ്സ് രോഗികളായിട്ടുള്ളവർക്ക് വേണം. ഇങ്ങനെ ചിന്തിക്കുക. ഇതൊക്കെ നമുക്കൊരു നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ എടുക്കാൻ സാധിക്കും. മറ്റൊന്ന് എനിക്ക് തോന്നുന്ന ഒരു അജപാലകൻ, ഒരു ഇടയൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ദൈവാശ്രയ ബോധം പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രാർത്ഥനാ ജീവിതം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യമാണ്. അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. കർത്താവ് നമ്മുടെ കൂടെയുള്ളവനാണ്. ഉത്തനായ കർത്താവ് അപ്പസ്തലന്മാരോട് പറഞ്ഞല്ലോ, ഇതാ ഞാൻ യുഗാന്ത്യം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പസ്തലന്മാരിൽ ശിശുമാർ ചിലരൊക്കെ പേടിച്ച് തങ്ങളുടെ ദൗത്യമൊക്കെ വേണ്ടെന്ന് വെക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് ഇടപെട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള കാര്യമാണ്. ആ ഒരു ധൈര്യം, കർത്താവ് കൂടെയുണ്ട്. വിളിപ്പാട് അകലെ, കൈ നീട്ടിയാൽ തൊടാവുന്ന വിധത്തിൽ കർത്താവ് നമ്മുടെ അടുത്തുണ്ടെന്നുള്ള ചിന്ത നമുക്ക് ശക്തി പകരും. ഞാൻ ഏകനല്ല, എന്നെ അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. ഞാനും എന്നെ അറിഞ്ഞില്ലേലും എന്നെ അറിയുന്നതും എന്നെ സ്നേഹിക്കുന്നതുമായ കർത്താവ് കൂടെയുണ്ടല്ലോ എന്നൊരു അവബോധം, അത് നമ്മുടെ മക്കളിലും നമ്മുടെ മുതിർന്നവരൊക്കെ നമ്മൾ പടിപടിയായിട്ട് നമ്മൾ വളർത്തണം, വളർത്തി കൊടുക്കാനും നമുക്ക് കഴിയണം. ഒപ്പം തമ്പുരാനെ ആശ്രയിച്ചുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, ശക്തി പകരും. കർത്താവ് ഞാൻ കൂടെയുണ്ടെന്നുള്ള ആ ശക്തി ലഭിക്കും. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിലൊക്കെയാണെങ്കിൽ നമ്മൾ പറയും, വിശുദ്ധ കൂദാശകളുടെ സ്വീകരണങ്ങൾ. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന കുറ്റബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുമ്പസാരത്തിലൂടെ ഏറ്റു പറയുമ്പോൾ നമുക്കൊരു ബലം കിട്ടുകയാണ്, ശക്തി കിട്ടുകയാണ്. അവിടെ നമുക്ക് ലഭിക്കുന്ന ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ സഹായിക്കും. വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് നമുക്ക് ശക്തി പകരും. ഇത് ആത്മീയമായ ചിന്തകളിലൂടെ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ദൈവാശ്രയവും ബോധവും പ്രാർത്ഥനാ ജീവിതവും വളരെ പ്രധാനപ്പെട്ടാണ്. അത് നമുക്ക് കുറയരുത്. ഇത് നമുക്ക് ശക്തമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രവണതകളെ അതിജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെയുള്ളത്, ചിലർക്ക് ഇങ്ങനെ നമുക്കറിയാം, ഈ ചിലരുടെയൊക്കെ ആത്മഹത്യയൊക്കെ വിലയിരുത്തുമ്പോൾ അവരൊരു സമൂഹത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ, ഒരു കുടുംബത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ വരില്ലായിരുന്നു എനിക്ക് ചിലപ്പോൾ തോന്നിപ്പാറുണ്ട്.
ഇപ്പോൾ നമ്മുടെ വൈദികരുടെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ കാണുന്ന ഒരു ആത്മഹത്യയെ പറ്റി എടുക്കുമ്പോൾ അത്രയുള്ള പ്രവണതയുള്ളവരെ നമ്മൾ തനിയെ ജീവിക്കാൻ വിടാതിരിക്കുക നല്ലത്. അവരാ പ്രവണത നമ്മൾ മനസ്സിലാക്കിയാൽ അവരെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തുക, അവർ കമ്മ്യൂണിറ്റി ജീവിക്കുക, അവരുടെ എന്താണ് അവരുടെ വഴികൾ നമ്മൾ നിരീക്ഷിക്കുന്നതാണ്. അവർ പോകുമ്പോൾ അവർ കൂടെ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒന്ന്, അല്ലെങ്കിൽ അവർക്ക് പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കൂടെയുണ്ടല്ലോ. ഒരു സമൂഹമാണെങ്കിൽ തനിയെ ആകുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ വർദ്ധിച്ചു വരും. അപ്പോൾ നല്ല കൂട്ടായ്മയുടെ ജീവിതം, നല്ല സമൂഹ ജീവിതം ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് ഒത്തിരി പരിഹാരമാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കും, കുടുംബത്തിൽ ജീവിക്കുന്നവരും ആത്മഹത്യ ചെയ്യുന്നില്ലേ? അപ്പോൾ ആ കുടുംബത്തിലായാലും കൂടുതൽ തുറവിയും സ്നേഹവും പങ്കുവയ്ക്കുന്ന മനോഭാവമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇതിന് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏതാണ്ട് ഏകാന്തതയിലേക്ക് വിടാതെ വളരെ സമ്മർദ്ദമേറിയ സാഹചര്യത്തിൽ എതിർപ്പുകളും വിമർശനങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ഒരാൾ തനിയെ അങ്ങ് ജീവിക്കുമ്പോൾ അത് ചിലപ്പോൾ അപകടം ക്ഷണിച്ചു വരുത്താം. അല്ലെങ്കിൽ അത്രമാത്രം ആത്മീയതയിൽ വളർന്ന വ്യക്തികളായിരിക്കണം. അതുകൊണ്ട് എപ്പോഴും കമ്മ്യൂണിറ്റിയുടെ ഒരു ബലം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപകാരപ്രദമാകും. മറ്റൊന്ന് എനിക്ക് തോന്നുന്നത്, നമ്മൾ സമൂഹമായാലും വ്യക്തികളായാലും ഇത്തരത്തിലുള്ള മാനസിക ബലഹീനതകളുള്ള വ്യക്തികൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് കണ്ടാൽ അവരെ അനുധാവനം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. അക്കമ്പനിമെൻ്റാണ് അത്. കൂട്ടുകാരായാലും സഹപാഠികളോ സഹപ്രവർത്തകരോ ക്ലാസ്മേറ്റ്സോ അങ്ങനെയുള്ളവർ കൂടെ നിന്ന് ബലപ്പെടുത്തണം. ഒരു അക്കമ്പനിമെൻ്റ് ആവശ്യമാണ്. മാതാപിതാക്കൾ മക്കളെയും അല്ലെങ്കിൽ പ്രായമുള്ളവരും മറ്റുള്ളവരും അധികാരികൾ തൻ്റെ സമൂഹത്തിൽപ്പെട്ടവരെയൊക്കെ ആയിട്ട് അക്കമ്പനി ചെയ്യുന്നു. എപ്പോഴും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പലരിലൂടെയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഏതായാലും നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ഈ ഒരു പ്രവണത, ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുമ്പോൾ കൂടുതൽ തുറന്നുള്ള പഠനങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഈ രംഗത്തൊക്കെ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, മറ്റ് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളവർ ഒരുമിച്ച് കൂടിയോ എങ്ങനെയായാലും ഇതേപ്പറ്റിയൊക്കെ പഠിച്ച് ഇതെന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു, അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് എന്ന് നിർദ്ദേശിക്കാനും നമ്മുടെ സമൂഹത്തിന് ഈ കാര്യത്തിൽ ഇതൊക്കെ കുറച്ചു കൊണ്ടുവരാൻ എന്തെല്ലാം മാർഗം കണ്ടെത്താൻ കഴിയുന്ന പഠനങ്ങൾ നല്ലതാണ്. സഭാ പിതാക്കന്മാരും സഭാ നേതാക്കന്മാരൊക്കെ ഈ രംഗത്തേക്ക് കൂടുതൽ കടന്നു വരണം. ഒപ്പം നമ്മുടെ സാംസ്കാരിക രംഗത്തെ ആളുകളും അവർ മറ്റു പലതിനെപ്പറ്റി ഏറെ അഭിപ്രായം പറയുമ്പോഴും ഇത്തരത്തിലുള്ള തിന്മകളൊക്കെ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നറിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾക്കും വലിയ ഒരു പങ്കുണ്ട് ഇക്കാര്യത്തിലൊക്കെ. ഇങ്ങനെ ഒരു വാർത്തയൊക്കെ വന്നാൽ പിന്നെ അത് ഇങ്ങനെ പെരുപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാതെ അതിനുള്ള പരിഹാര മാർഗങ്ങൾ, ഇതിനൊക്കെ എങ്ങനെ നേരിടാൻ കഴിയും സമചിത്തതയോടെ, അത് അങ്ങനെയുള്ള ആ ഒരു സംപ്രേഷണങ്ങൾ നടത്തി മനുഷ്യൻ്റെ മനസ്സിന് ബലം കൊടുക്കാനൊക്കെ മാധ്യമങ്ങൾക്കും പ്രത്യേകിച്ച് TV ചാനലുകൾക്കൊക്കെ സാധിക്കുമെന്ന് കൂടി പറയുകയാണ്. എന്നെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇത്തരം ചിന്തകൾ ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.